നമ്മളും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും നമ്മുടെ ജനതയും നമ്മുടെ ഉമ്മത്തും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഗുരുതരമായ പ്രതിസന്ധികളും വെല്ലുവിളികളുമാണ് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഈ വെല്ലുവിളികളെ, പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് എങ്ങനെ പോകാൻ കഴിയും, എങ്ങനെ പോകണം, അങ്ങനെ ചിന്തിക്കുന്നവരുടെ മുന്നിൽ വലിയ ഒരു വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. ജീവിതത്തിന്റെ തുടക്കം, അതിന്റെ യാത്ര, അതിന്റെ ഒടുക്കം, അതിന്റെ പരിണിതി, ഇവിടെയൊക്കെ മനുഷ്യർ വിജയിക്കണമെങ്കിൽ അവനെ സൃഷ്ടിച്ച, അവനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചതമ്പുരാന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവൻ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് മനുഷ്യാരംഭം മുതൽ മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അവർക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. വഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ വലാ ഹും യഹ്സനൂൻ. ഭൂമിയിൽ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ ഒന്നാമത്തെ മനുഷ്യനെ ഇങ്ങോട്ട് നിയോഗിക്കുമ്പോൾ തന്നെ അവർക്ക് നൽകപ്പെട്ട മാർഗനിർദ്ദേശം, നിങ്ങൾക്ക് എന്റെ സന്മാർഗം ഹുദ വന്നു കിട്ടും. നിങ്ങളെ ഇരുട്ടിലല്ല നാം നിയോഗിക്കുന്നത്, വെളിച്ചത്തിലാണ്. ആ വെളിച്ചം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെങ്കിൽ നിങ്ങൾക്ക് മാർഗദർശനം ലഭിച്ചുകൊണ്ടിരിക്കും. അത് ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. ഭയമില്ലാത്ത ഒരു ലോകം, ദുഃഖമില്ലാത്ത ഒരു ലോകം ഹിദായത്തിന്റെ, ഹുദയുടെ ലക്ഷ്യമാണ്. അമ്പിയാക്കൾ പഠിപ്പിച്ചു കൊടുത്തത് അതാണ്. ാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സന്മാർഗത്തിന്റെ ദൈവികമായ മാർഗദർശനങ്ങളുടെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ എല്ലാവർക്കും വേണ്ടി, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി റഹ്മത്തുൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് റഹ്മത്താണ്. വിശുദ്ധ ഖുർആൻ ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആ ഹുദ
പഠിക്കുന്നവർ, അത് പഠിപ്പിക്കുന്നവർ നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ പഠിപ്പിക്കുന്നവർ. വലിയ ഒരു അനുഗ്രഹമാണ്. ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് പുണ്യമാണ്, ആശയം ഗ്രഹിച്ചു പഠിക്കുന്നത് പുണ്യമാണ്, അത് ജീവിതത്തിൽ പകർത്തുന്നത് പുണ്യമാണ്. അതെല്ലാം കൂടിയായി തീരുമ്പോഴാണ് ഹുദ ഉൾക്കൊണ്ടവനായിട്ട് നമ്മൾ മാറുന്നത്. ഖുർആൻ സ്റ്റഡി സെന്റർ, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആനിന്റെ പ്രചാരണം പരമാവധി നടത്തുക, ഖുർആനിന്റെ മാതൃകകളെ സൃഷ്ടിക്കുക, ഈ മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി തുടങ്ങിവെച്ച ഒരു സംരംഭമാണ്. ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ അതിൽ നിന്ന് ഫലമെടുത്തിട്ടുണ്ട്. ആയിരങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. വ്യവസ്ഥാപിതമായ ഖുർആൻ പഠനം, അത് ഖുർആൻ സ്റ്റഡി സെന്റർ നടപ്പിലാക്കുന്നു. പദാനുപത അർത്ഥങ്ങൾ ആശയം ഗ്രഹിച്ച് പഠിപ്പിക്കുന്നു. അതിനെന്തോ കാരണത്താൽ സാധ്യമല്ലാത്തവർക്ക് ഖുർആനിന്റെ ആശയം കേൾക്കാൻ, ഖുർആനിലൂടെ അവരുടെ മനസ്സിനെ കൊണ്ടുപോകാൻ ആ സ്വഭാവത്തിലുള്ള സെന്ററുകളും ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തുന്നുണ്ട്. നമ്മൾ ഖുർആൻ പഠിച്ചേ പറ്റൂ. അത് വേണമെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ അത് പഠിക്കുന്നില്ലെങ്കിൽ ഗുരുതരമായ കുറ്റമാണ്. വിശേഷ ബുദ്ധിയുണ്ടെങ്കിൽ, ചെറിയ കുഞ്ഞായിപ്പോയി, അതിനിടക്ക് മരിച്ചുപോയി, അല്ലെങ്കിൽ വിശേഷ ബുദ്ധിയില്ല, വയറ് മുക്കല്ലഫാണ്, ഇസ്ലാമിക നിയമങ്ങൾ ബാധകമല്ലാത്ത ആളാണ്, അങ്ങനെയല്ലാത്തവരൊക്കെ അത് പഠിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരാണ്. പടച്ച തമ്പുരാൻ ഈ വിശേഷ ബുദ്ധി നൽകിയത് അടിസ്ഥാനപരമായിട്ട് ഒന്നാമതായിട്ട് ഇതിനു വേണ്ടിയാണ്. ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാകണം, ഭൂമിയിൽ ഈ ഒരു വലിയ അമാനത്ത് നിർവഹിക്കണം, ഹിദായത്തിനെ ഏറ്റെടുക്കണം. അതിനാണ് നമ്മെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വലക്കത് കറന്ന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. സവിശേഷമായ വിശേഷ ബുദ്ധി നൽകി റബ്ബ് പടച്ചത്. ആ പണിക്ക് മാത്രം സമയമില്ല എങ്കിൽ പരലോകത്ത് റബ്ബ് വിടില്ല. അള്ളാഹുവിന്റെ സന്മാർഗത്തെ മനസ്സിലാക്കാൻ അവസരമുണ്ടാവുക, അതിനെ പ്രയോജനപ്പെടുത്താതിരിക്കുക, പഠിക്കാതിരിക്കുക. വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഗറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അള്ളാഹുവിന്റെ സന്മാർഗം അത് ഓർമ്മപ്പെടുത്തപ്പെടുക, എന്നിട്ട് അതിനെ അവഗണിക്കുക. അല്ല ചോദിക്കുകയാണ്, ഇവനേക്കാൾ വലിയ ഒരു അക്രമി വേറെ ഇല്ല, വേറെയുണ്ടോ? തീർന്നില്ല. ഇന്നാ മിനൽ മുജ്രിമീന
മുൻതഖിമൂൻ. അത്തരം കുറ്റവാളികളോട് നമ്മൾ പ്രതികാരമെടുക്കും. അപ്പൊ പ്രശ്നം എന്താന്ന് മനസ്സിലാവൂലോ? എന്താണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ കാതൽ എന്നറിയാമല്ലോ. എങ്ങനെ പഠിക്കണം? പഠനമെന്നതു തന്നെയും വായിക്കുക, ഗ്രഹിക്കുക, അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് പിടയുക, ശരീരം എടുത്തുപിടിക്കുക, ജീവിതത്തിൽ അത് നടപ്പിലാക്കുക, കണ്ണിൽ നിന്ന് കണ്ണുനീർ വരിക, ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആന് വായിക്കുമ്പോ പഠിക്കുമ്പോ ഒരാളുടെ അവസ്ഥയെപ്പറ്റി ഖുർആൻ വിവരിക്കുന്നത് അങ്ങനെയാണ്. ഖുർആനിനനുസരിച്ച് അങ്ങോട്ട് നിന്നുകൊടുക്കുകയാണ്. എന്റെ താല്പര്യങ്ങൾ, എന്റെ ഇച്ഛകൾ, എന്റെ അധികാരങ്ങൾ, എന്റെ ഏതായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ, പടച്ച തമ്പുരാന്റെ നിയമത്തിന്റെ മുന്നിൽ മനസ്സറിഞ്ഞു സമർപ്പിക്കുക. അതാണ് ശരിക്കും ഈ പഠനത്തിന്റെ റിസൾട്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു വിഭാഗം മാത്രമാണ് മുഅ്മിനുകൾ. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ എന്താ അങ്ങനെ പറഞ്ഞാൽ, നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വരുമ്പോ, നിങ്ങളുടെ കുടുംബ പ്രശ്നം, നിങ്ങളുടെ വൈവാഹിക പ്രശ്നം, നിങ്ങളുടെ ഇണയും തുണയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം, നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടത്, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടത്, നിങ്ങളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടത്, നിങ്ങളുടെ സാമൂഹിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടത്, നിങ്ങളുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത്, അവിടെയൊക്കെ അല്ലാഹുവിന്റെ കൽപ്പന ഇതാണ്. അതാണ് അല്ലാഹ് എന്ന് പറയപ്പെടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തുണ്ടാകും? വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹ് പറഞ്ഞാൽ മതിയായിരുന്നു, അവരനുസരിക്കുന്നു. ഈ പ്രയോഗം അനുസരണത്തിന്റെ അപ്പുറത്താണ്. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. അനുസരണം എന്ന് പറയുന്നത് ചിലപ്പോ ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ടുവരാം, ബലം പ്രയോഗിച്ചിട്ട് വരാം. പക്ഷെ വജിലത്ത് ഖുലൂബുഹും എന്ന് പറയുന്നത് അങ്ങനെ വരില്ല. എന്നിട്ടോ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ആ പറയുന്നതൊക്കെ അവർ ചെയ്യും എന്ന് അല്ലാഹ് അവിടെ പറയല്ല, മറിച്ച് അത് നടപ്പിലാക്കുന്നതിനും അപ്പുറത്താണ് അവർ. സാദത്തുഹും ഈമാനാ. അതൊക്കെ ഇന്നലെ തന്നെ നടപ്പിലായി കഴിഞ്ഞു. അല്ലാഹ് എന്ന് പറയപ്പെട്ടപ്പോ, ഇതാണ് റബ്ബിന്റെ നിർദ്ദേശമെന്ന് പറയപ്പെട്ടപ്പോ വലിച്ചെറിയാൻ കഴിയാത്ത ഒരു മാറാപ്പും അവരുടെ വ്യക്തി ജീവിതത്തിലില്ല, അവരുടെ കുടുംബ ജീവിതത്തിലില്ല, അവരുടെ സാമൂഹ്യ ജീവിതത്തിലില്ല. ഇവിടെയാണ് പഠനം. നമ്മുടെ സമൂഹത്തിൽ, നാം ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മൾ ധാരാളമായി കേൾക്കുന്നതാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാം പേടി, ഖുർആൻ പേടി. ഖുർആനിലെ 24 സൂക്തങ്ങൾ അതിഭീകരങ്ങളാണ്. അത് നിരോധിക്കപ്പെടണമെന്ന് കോടതിയിൽ കേസ് പോയ ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. തൽക്കാലം അന്ന് കോടതി പറഞ്ഞത് മതഗ്രന്ഥങ്ങളിൽ ഇടപെടുന്നത് കോടതിയുടെ പരിപാടിയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചതാണ്. അങ്ങനെ ഖുർആൻ പേടി, ഇസ്ലാം പേടി പലരായിട്ടുണ്ടാക്കിയതാണ്. ശുദ്ധ അസംബന്ധങ്ങളാണ്. ഇല്ലാത്തത് പറഞ്ഞു വലുതാക്കിക്കൊണ്ടുവന്നതാണ്. പക്ഷേ എങ്ങനെ തിരുത്തും? തിരുത്തേണ്ട ആദ്യത്തെ ഭാഗം
ഖുർആനിന്റെ പതിപ്പുകളായിട്ട് നമ്മൾ മാറുക എന്നതാണ്. ഒരു രാജ്യത്ത് ജനതയ്ക്കിടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവരിലേക്ക് ഖുർആനിന്റെ സന്ദേശം പാസ് ചെയ്യാൻ, എത്തിക്കാൻ ആദ്യത്തെ വഴി നമ്മുടെ ജീവിതമാണ്. ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകകൾ, ഖുർആനിന്റെ അയൽപക്ക ബന്ധങ്ങൾ, ഖുർആനിന്റെ സാഹോദര്യ ബന്ധങ്ങൾ, ഖുർആനിന്റെ ആശയങ്ങളെ നെഞ്ചേറ്റി അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. മനുഷ്യരുടെ സൃഷ്ടിജാലങ്ങളുടെ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടികർത്താവ് ഒരുവനാണ്. ആ ഒരുവനായ സൃഷ്ടികർത്താവിന്റെ അടിമകളാണ് എല്ലാവരും. ജാതി മതഭേദമന്യേ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. അൽ ഖൽഖു ഖിയാലുല്ലാഹ് അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഅഹും ലിഖിയാലിഹി. സൃഷ്ടികളൊക്കെയും അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. അവിടെ ജാതി മതമൊന്നുമില്ല. അവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നവരാരോ അവരെയാണ് അല്ലാഹുവിനിഷ്ടം. ആ ജീവിത മാതൃകയിലേക്ക് നമ്മൾ വരിക എന്നതാണ് ആദ്യത്തെ പ്രബോധനം. ആദ്യത്തെ പ്രബോധനം അതാണ്. ഖുർആനിന്റെ മാതൃകകളായിട്ട് മാറുക. വ്യക്തികൾ മാറുക, കുടുംബങ്ങൾ മാറുക. ഇസ്ലാമിക കുടുംബങ്ങൾ, മാതൃകായോഗ്യമായ ഇസ്ലാമിക കുടുംബങ്ങൾ. അപ്പൊ നമ്മള് ഇവിടെ വലിയ ഒരു വിവാദം നടന്നതാണ് മുത്തലാഖ്. മുത്തലാഖ് ചെയ്തവൻ കുറ്റവാളിയാണ്, അയാളുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കും, അത് സ്വീകാര്യമല്ല എന്നൊക്കെ കോടതി നിയമം കൊണ്ടുപോകുന്നു, ഗവൺമെന്റ് നിയമം കൊണ്ടുപോകുന്നു. നമ്മളിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താ? യഥാർത്ഥത്തിൽ മുത്തലാഖ് ശരിയല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. ശർഇൽ അതില്ല, ചെയ്യരുത്. ഈ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെന്തിനാ അത് ചെയ്യുന്നത്? ചെയ്തു കഴിഞ്ഞാൽ അത് തലാഖാവൂല്ലേ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കത്തി കൊണ്ട് കുത്താൻ പാടില്ല, കുത്തിയ മുറിയവുമില്ലേ? ഇതാണ് അവരുടെ. അങ്ങനെ ഒരു കത്തിയൊന്നുമില്ല, വേറൊരു അഭിപ്രായം. അത് പോട്ടെ. പക്ഷെ ഇത് ശരിയല്ല, ഇസ്ലാമിന്റെ മാതൃകയല്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കുടുംബജീവിതത്തെ പറ്റിയുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുന്നിൽ, സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരി. നിങ്ങൾ വേറൊന്നും ഇസ്ലാമിക കുടുംബ വ്യവസ്ഥയേക്കാൾ മാതൃകായോഗ്യമായിട്ടുള്ള, ഉദാത്തമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിന്റെ വ്യവസ്ഥ കൊണ്ടുവരൂ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. നിങ്ങളൊന്ന് കൊണ്ടുവരി. യഥാർത്ഥത്തിൽ ഇല്ല. ഇനി വരെ ഏക സിവിൽ കോഡ് നിർമ്മിച്ചാലും സാധ്യമല്ല. മനുഷ്യനറിഞ്ഞ് അവന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി, അവന്റെ കരുത്ത് കണ്ടെത്തി, അവന്റെ പോരായ്മകൾ പരിഹരിക്കേണ്ടുന്ന ഇടം മാർക്ക് ചെയ്ത് പടച്ചതമ്പുരാനേക്കാൾ കൂടുതൽ അതറിയുന്നവരായിട്ട് വേറെയില്ല. അതുകൊണ്ട് ഇസ്ലാമിക കുടുംബ നിയമം അതിനെ നമ്മൾ അനുധാവനം ചെയ്തില്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഇടം കൊടുത്തു. അതിലേറെ ഉപരി ഇതിനെപ്പറ്റി അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പരത്തി സെക്യുലറിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്നവരുൾപ്പെടെ ഇസ്ലാം ഭീതി പരത്തി. കേരളത്തിലെ മുസ്ലിം സമൂഹം ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ട മുഴുവൻ ആനുകൂല്യങ്ങളും വാരിയെടുത്തു, തട്ടിയെടുത്തു എന്നിവിടെ ശക്തമായ പ്രചരണം വന്നപ്പോ അതറിയാവുന്നവർ
അങ്ങനെയല്ല എന്ന് പറയേണ്ടുന്ന അധികാര കേന്ദ്രങ്ങൾ നിശബ്ദത പാലിച്ചത് വളരെ തുച്ഛമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ കയ്യിൽ. നമ്മൾ പറഞ്ഞു, മുസ്ലിം സംഘടനകളുടെ മുഴുവൻ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരി കണക്ക്. ധവളപത്രമിറക്കി. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഇസ്ലാം ഭീതി സൃഷ്ടിക്കാനായിരുന്നു. പക്ഷെ അതിനെയും നമുക്ക് മറികടക്കാൻ കഴിയും. മറികടക്കേണ്ടത് ഉദാത്തമായ ജീവിത മാതൃകകളിലൂടെയാണ്. അള്ളാഹുവിന്റെ സന്മാർഗത്തിന്റെ പ്രത്യേകത എന്താ? അത് മനുഷ്യനെ നന്നാക്കാനുള്ളതാണ്, അവന്റെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ളതാണ്. അവിടെയാണ് വിപ്ലവം, അവിടെയാണ് പരിവർത്തനമുണ്ടാക്കുന്നത്. ഉദാത്തമായ മനുഷ്യനെ സൃഷ്ടിക്കാനാണ്. സ്വഭാവ മഹിമ, ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ, അവയുടെ കലവറയാണ് അള്ളാഹുവിന്റെ ദീൻ. ആരെയാണ് സൃഷ്ടിച്ചത്? ആരെയാണ് മാറ്റിയത്? ഖുർആൻ കടന്നു വരുന്ന ഒരു കാലം നമ്മുടെ മുന്നിലുണ്ട്. കടുത്ത പക്ഷപാതികൾ, പലതരത്തിലുള്ള വർഗീയ വിഭാഗീയ ചിന്താഗതികൾ, ഗോത്രമഹിമകൾ, അവിവേകം പ്രവർത്തിക്കുന്നവർ, അത് പ്രവർത്തിക്കുന്നത് അഭിമാനമായി കാണുന്നവർ. ഇന്നിപ്പോ അതാണ് അതേ ജാഹിലിയ്യത്ത്. അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈന ഫനജ്ഹല ഫൗക ജഹലിൽ ജാഹിലീന. അന്നത്തെ അറബി കവിതകളിൽ മുഅല്ലഖാത്ത് സുബ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയ കവിതകൾ കഅബയിൽ കെട്ടിത്തൂക്കുന്ന പതിവുണ്ടായിരുന്നു. അതിലൊരിടത്ത് തങ്ങളുടെ ഗോത്രത്തിന്റെ മഹിമ പറയാണ്, ഞങ്ങളോടാരും അവിവേകം കാണിക്കാൻ വരേണ്ടതില്ല, അങ്ങനെ വന്നാൽ അതിന്റെ ഇരട്ടിക്കിരട്ടിയായ അവിവേകം കൊണ്ട് തിരിച്ചടിക്കും. അതൊരു പ്രത്യേക ശാസ്ത്രമാണ്, അതൊരു ജീവിത ദർശനമാണ്. ആധുനിക ജാഹിലിയ്യത്തും അതിനെയാണ് പേറുന്നത്. ആ മാനദണ്ഡങ്ങളെ, ആ കാഴ്ചപ്പാടുകളെ, ആ നിലപാടുകളെ വിശുദ്ധ ഖുർആൻ മാറ്റിമറിച്ചു. ആരിൽ മാറ്റിമറിച്ചു? അവരിൽ തന്നെ മാറ്റിമറിച്ചു. എന്നിട്ട് പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ ഖാലൂ സലാമ. പരമകാരുണ്യകന്റെ അടിമകൾ. ഇബാദുർ റഹ്മാൻ എന്നോട് പറയുമ്പോൾ തന്നെ എന്തൊരു സ്നേഹവാത്സല്യമാണ് അതിലുള്ളത്. അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ മതി. നമ്മളുണ്ടല്ലോ വല്ലാത്ത വാത്സല്യത്തിൽ അല്ലാഹ് അഭിസംബോധന ചെയ്യാണ്, പറയാണ്, പരമകാരുണ്യകന്റെ അടിമകൾ. യംശൂന അലൽ അർളി ഹൗന. അവരുടെ മുഖമുദ്ര വിനയമാണ്, അവരുടെ അടയാളം വിനയമാണ്. അവിവേകത്തെ അവർ വിവേകത്തോടുകൂടിയാണ് സമീപിക്കുക. അവിവേകത്തെ അവിവേകം കൊണ്ട് നേരിടുന്നവരല്ല. പ്രതിസന്ധികളുടെ പാരാവാരങ്ങൾ അത് പർവ്വത വലിയ പാറക്കെട്ടുകളായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വരുമ്പോ, അനുചരന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോ, താൻ തന്നെയും കടുത്ത പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോ, സൂറ ഫുസ്സിലത്തിൽ അതിനെ നേരിടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ബില്ലത്തി അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ അലീം. തിന്മയെ നിങ്ങൾ അഹ്സൻ കൊണ്ട് നേരിടണം. നന്മ എന്ന് പറഞ്ഞാൽ പോരാ, നന്മയുടെ ഏറ്റവും മഹത്തരമായ രൂപം കൊണ്ട് നിങ്ങൾ നേരിടണം. അങ്ങനെ നേരിടുമ്പോ ആർക്കാണോ നിങ്ങളോട് ശത്രുതയുള്ളവർ അവർ നിങ്ങളുടെ ആത്മമിത്രങ്ങളായിട്ട് മാറും. നയമാണ് ഈ പറയുന്നത്. നിങ്ങൾ വർഗീയവാദിയാണെങ്കിൽ ഞങ്ങളും വർഗീയവാദി, നിങ്ങൾ പീഡനങ്ങളും മർദ്ദനങ്ങളുമാണെങ്കിൽ ഞങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും. അതേ നാണയത്തിൽ തിരിച്ചടി.
ഇസ്ലാം ആഗ്രഹിച്ചത് ശത്രുവിനെ അവനെ മാറ്റണം, അവന്റെ മനസ്സ് മാറ്റിപ്പണിയണം. രണ്ടാലൊരു ഉമറിനെ വേണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിത്തീരുന്നത്. ലോകത്ത് പലതരത്തിലുള്ള ജേതാക്കൾ വന്നിട്ടുണ്ട്, ഭരണകർത്താക്കൾ വന്നിട്ടുണ്ട്. തങ്ങളുടെ എതിരാളികളെ നിലംപരിശാക്കിയവർ, അവരെ ഒന്നൊടുക്കിയവർ, കോടിക്കണക്കിന് ആളുകളെ. കമ്മ്യൂണിസത്തിന്റെ ഒക്കെ ചരിത്രം അതല്ലേ? സോവിയറ്റ് യൂണിയനിൽ അതല്ലേ നടപ്പിലാക്കിയത്? ചൈനയിൽ അതല്ലേ നടന്നത്? അവരിപ്പോ മുർത്തദ്ദിന്റെ ഇസ്ലാമിക ശിക്ഷ പരതുകയാണ്. എത്രയെത്ര മുർത്തദ്ദുകളെയാണ് അവർ കൊന്നൊടുക്കിയത്, കോടിക്കണക്കിന് ആളുകളെ. എന്നിട്ട് ഇസ്ലാമിൽ എന്താണ് മുർത്തദ്ദിന് ശിക്ഷ? അതാണ് ഇപ്പോഴത്തെ പുതിയ ഗ്രന്ഥത്തിലെ പ്രമേയം. എന്താ കമ്മ്യൂണിസത്തിൽ മുർത്തദ്ദിന് ശിക്ഷ എന്നവര് പരതി നോക്കിയിട്ടുണ്ടോ? എത്ര വെട്ടാണ് വെട്ടേണ്ടത് എന്ന് ഞാൻ ആ ഭാഗം പറയുകയല്ല. ഇസ്ലാം ആഗ്രഹിച്ചത് കഠിന ശത്രുക്കൾ മാറി വരണം. തായിഫിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ അട്ടിയൊടിച്ചവർ, അതിന് നേതൃത്വം കൊടുത്തവർ, അവര് തന്നെയാണ് തായിഫിന്റെ പരിവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഉഹുദ് രണാങ്കണത്തിലെ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട 70ഓളം സഹാബി വര്യന്മാരെ അവരുടെ രക്തസാക്ഷിത്വത്തിന് കാരണമായത് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരള് കടിച്ചു തുപ്പാൻ അവിടെ അവസരം സൃഷ്ടിച്ചവർ, അത് ചെയ്തവർ, അവരൊക്കെയും പിൽക്കാലത്ത് ഇസ്ലാമിന്റെ മുന്നണി പോരാളികളാണ്. സൈഫുല്ലാഹിൽ മസ്ലൂലാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇത് നമ്മുടെ മുന്നിൽ പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ ഖുർആനിന്റെ മാർഗനിർദ്ദേശത്തിനനുസരിച്ച് അഭിമുഖീകരിക്കണം. അല്ലാഹു പറഞ്ഞു, അത് ചെറിയ പണിയല്ല. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ അലീം. രണ്ട് കാര്യങ്ങൾ, രണ്ടവാർക്കൊപ്പം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർ സ്വാബിരീങ്ങളായിത്തീരണം. പിന്നെ പറഞ്ഞു, അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേക ഹല്ലാണത്. വീണ്ടും ഉപദേശിക്കുകയാണ്. ചിലപ്പോ ചില വെല്ലുവിളികളും പ്രതിസന്ധികളും പീഡനങ്ങളും നിങ്ങളുടെ നേരെ കടന്നു വരുമ്പോ മനസ്സ് പതറിയെന്ന് വരാം. ഈ മാർഗദർശനത്തിന് വിരുദ്ധമായിട്ടുള്ള വഴി സ്വീകരിക്കാൻ ചിലപ്പോൾ സാഹചര്യം നിങ്ങളെ തോന്നിപ്പിച്ചു എന്ന് വരാം. അത് പൈശാചികമാണ്, ശരിയായ വഴിയല്ല, ശരിയായ റൂട്ടല്ല. വിഭാഗീയ പ്രവണതകൾ, വർഗീയ ധ്രുവീകരണ പ്രവണതകൾ, സാമുദായികമായ സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമങ്ങൾ, മനുഷ്യരെ പരസ്പരം അടുപ്പിക്കാനുള്ള, അവരെ അടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് വോട്ട് നേടണമെങ്കിൽ, വർഗീയത വേണമെങ്കിൽ അത് കളിക്കാമെന്നിടത്ത് മുന്നണി ഭേദമന്യേ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണിത്! സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിന്റെ സൃഷ്ടിപ്പിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമന്യേ മത്സരിക്കുകയാണ്. നിർഭാഗ്യകരമാണിത്, നിർഭാഗ്യകരമാണ്. അവിടെയാണ് ഖുർആനിന്റെ മാർഗദർശനം. നിങ്ങൾ വഴിവിട്ടു പോകരുത്. നിങ്ങൾ ഖുർആനിനെ കയ്യിലേന്തിയവരാണ്. ജീവിതത്തിൽ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ പോകേണ്ടവരാണ്. ജനപദങ്ങളുടെ മനസ്സുകൾ മാറി വരും. അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനെന്ന് വിളിച്ചു, മരണക്കാരനെന്ന് പറഞ്ഞു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവനെന്ന് പറഞ്ഞു.
ശൈഥില്യത്തിന്റെ വിത്തെന്ന് പറഞ്ഞു. തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ആരോപിച്ചു. എന്നിട്ടോ അല്ല പറഞ്ഞു, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അവരെന്തോ പറയട്ടെ, അതിനെയൊക്കെ നേരിടാൻ, അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ, ആ വെല്ലുവിളികളെ അതിജയിക്കാൻ താങ്കളുടെ കയ്യിൽ ഒരു വിഭവമുണ്ട്, പടച്ചതമ്പുരാൻ നൽകിയത്. അത് സ്വഭാവ മഹിമയാണ്. ഫസതുബ്സിറു വയുബ്സിറൂൻ. അതുകൊണ്ട് നാളെ എന്താണ് സംഭവിക്കുക എന്നത് താങ്കൾക്കു കാണാം, അവർക്കും കാണാം. ഇവിടെയാണ് നമ്മുടെ വഴി. നിങ്ങൾ എന്തൊക്കെയാ പ്രചരണം? ലൗ ജിഹാദ്. ഇവിടുത്തെ കോടതി പറഞ്ഞു അങ്ങനൊന്നില്ല, അന്വേഷണ കമ്മീഷൻ പറഞ്ഞു ഇല്ല, ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു വിടിയ. എന്താ ഇത് സംഭവം? ദീനിലേക്ക് ആളെ കൊണ്ടുവരാൻ പോയി പ്രണയിക്കുമെന്നും പറഞ്ഞിട്ട് വിട്ടിരിക്കുകയെന്ന്. നാഴുതുമില്ല. ദീനിക്ക് ആളെ കൊണ്ടുവരാനേ ഇവിടെ ആളെ കമ്മില്ല, ഇവിടെ ആളിഷ്ടം പോലുണ്ട്. ദീനിലേക്ക് ആളെ കൊണ്ടുവരാൻ അങ്ങനെ ഒരു പണിയെടുക്കുന്നതിന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അത് ഹറാമാണ്. ചെയ്താൽ കുറ്റകരം, ഉപേക്ഷിച്ചാൽ പുണ്യകർമ്മം. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല, ഒരു സമ്മർദ്ദവുമില്ല, ഒരു പ്രലോഭനവുമില്ല, ഒരു പ്രകോപനവുമില്ല. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. എന്നിട്ട് എന്താ തെളിവ്? ഒരു തെളിവുമില്ല. പുകമറ സൃഷ്ടിക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യരെ അടിപ്പിക്കുക, കുഴപ്പമുണ്ടാക്കുക. ഇവരൊക്കെ നാടിന്റെ നന്മയാണോ ആഗ്രഹിക്കുന്നത്? മാനവരാശിയുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്തുമാത്രം വൃത്തികെട്ട വാദങ്ങളാണത്. നാം അതിനെയും അഭിമുഖീകരിക്കും, അതിനെയും നാം അഭിമുഖീകരിക്കും. പ്രണയം എന്ന് പറഞ്ഞതുണ്ട്, അതുണ്ട്, അതിൽ സംശയമല്ല. ഇപ്പൊ എല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് ആളുകൾ കല്യാണം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണിത്. ഇപ്പൊ തലക്കന്നൊരിടയ്ക്ക് നിങ്ങൾ നിയമം കൊണ്ടുവന്നോളി, ഓരോ മതത്തിലും പെട്ടവരെ ആ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. നമുക്കൊരു വിചാരമില്ല, കൊണ്ടുവന്നോളി. അപ്പൊ ആരൊക്കെ ഒഴിവാക്കേണ്ടി വരും ഇപ്പം ആലോചിച്ചാൽ മതി. മേലെ തലക്കന്ന് തുടങ്ങേണ്ടി വരും. യഥാർത്ഥത്തിൽ എന്തായി സംഭവിക്കുന്നത്? ഒരു സമൂഹത്തെ, ഒരു ജനതയെ നിഷ്ഠൂരമായിട്ട് അപഖ്യാതി വരുത്തുക, നിർത്തണമെന്ന് ഇതൊന്നിച്ചു പറയാൻ നാട്ടിലെ നന്മേച്ഛുക്കൾക്ക് സാധ്യമാകണം. വർഗീയത കളിക്കരുത്, വിഭാഗീയത സൃഷ്ടിക്കരുത്. അതാർക്കും ഒരു നന്മയും ചെയ്യുകയില്ല. നമ്മുടെ ചരിത്രം അതിന്റെ സാക്ഷിയാണ്. ഈ ഭൂതത്തെ തുറന്നു വിട്ടാൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് പിടിച്ചു കെട്ടാനാവില്ല എന്ന് ഇരു മുന്നണികളോടും പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അവരാണല്ലോ ഇപ്പൊ കളിക്കുന്നത്. ഈ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ അവർക്കാകില്ല. നമ്മുടെ നാടിന്റെ നന്മ, അതിന്റെ ഒരുമ, അതിന്റെ സൗഹാർദ്ദം, അതിന്റെ ഐക്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഖുർആനിന്റെ കാഴ്ചപ്പാടെന്താ? ബലദൻ ആമീന, നിർഭയമായ ഒരു രാജ്യം, സമാധാനമുള്ള ഒരു രാജ്യം. പ്രാർത്ഥനയായിട്ട് ഖുർആൻ പറയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമീന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. നാഥ, ഈ നാടിനെ നീ നിർഭയമാക്കണം, ഈ നാട്ടുകാർക്ക് നീ ജീവിതവിഭവം നൽകണം. തൊട്ട് മുമ്പത്തെ ഒരു പ്രാർത്ഥനയിൽ അള്ളാഹു ഇടപെട്ടത് കൊണ്ട്
ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, പടച്ചവനെ, നിന്നിൽ വിശ്വസിക്കുന്നവർക്കും അന്ത്യനാളിൽ വിശ്വസിക്കുന്നവർക്കും നീ ജീവിത വിഭവം നൽകണം. അപ്പൊ അല്ലാഹു തആല തിരുത്തി, വമൻ കഫറ, ഇബ്രാഹിം, ദാരിദ്ര്യത്തിന് ജാതിയില്ല, പട്ടിണിക്ക് മതമില്ല, എല്ലാവരുടെയും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ പരിഹരിക്കണം. അതിനാണ് അല്ലാഹുവിന്റെ ദീൻ, അതാണ് നമ്മുടെ ദൗത്യം. മുഅ്മിൻ എന്നാണല്ലോ പറയാ, വിശ്വാസിക്ക്. മുഅ്മിൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം നിർഭയത്വമുള്ളവൻ, സമാധാനമുള്ളവൻ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 പ്രാവശ്യം ആവർത്തിച്ചു. അല്ലാഹുവാണ് സത്യം, ഒരാൾ മുഅ്മിനായിട്ടില്ല, ഒരാൾ മുഅ്മിനായിട്ടില്ല, ഒരാൾ മുഅ്മിനായിട്ടില്ല. വളരെ ഗൗരവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ പറ്റിയാണ് ഈ പറയുന്നത്? അപ്പൊ റസൂലിന്റെ മറുപടി, ഹീലമൻ യാ റസൂലല്ലാഹ്, ആരാണിത്? ലാ യഅ്മനു ജാറഹു ബവായിഹു, ഇയാളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സ്വന്തം അയൽപക്കത്തുള്ളവൻ സുരക്ഷിതനല്ലെങ്കിൽ മുഅ്മിനല്ല. ജാർ എന്ന പദം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ വിശാലമായ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു സദസ്സിൽ ഇരിക്കുമ്പോ അടുത്തിരിക്കുന്ന ആൾ, ഒരു യാത്രയിലായിരിക്കുമ്പോ സഹയാത്രികൻ, നിങ്ങൾ സീറ്റിലിരിക്കുമ്പോ നിങ്ങളുടെ സീറ്റിനെ ചാരി അല്പം ക്ലേശിച്ച് യാത്ര ചെയ്യുന്ന നിങ്ങളുടെ സഹയാത്രികൻ, നിങ്ങളുടെ വീടിന്റെ അയൽപക്കത്ത് വീട് വെച്ച് താമസിക്കുന്നവൻ, നിങ്ങളുടെ ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമം, നിങ്ങളുടെ രാജ്യത്തിന് തൊട്ടടുത്തുള്ള രാജ്യം, അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് കയറ്റി അയക്കാനുള്ളത് അമ്നാണ്, തീവ്രവാദമല്ല, ഭീകരവാദമല്ല, സമാധാനമാണ്. ഇത് വെറുതെ പറയുകയല്ല റസൂലുള്ളാഹി ചെയ്തത്, നടപ്പിലാക്കി. നമുക്കറിയാമല്ലോ, ഉഹുദ് യുദ്ധത്തിന് ശേഷം മക്കയിൽ, അല്ല ബദർ യുദ്ധത്തിന് ശേഷം മക്കയിൽ കടുത്ത വരൾച്ച, യുദ്ധം പ്രഖ്യാപിച്ച രാജ്യമാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ബദറിൽ നിന്നവർ പോയത് അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞിട്ടാണ്. അവിടെയാണ് പട്ടിണി. ആ പട്ടിണി വന്നപ്പോ ഇന്നത്തെ രീതി എന്താ? ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടാതെ, മരുന്ന് കിട്ടാതെ ഇറാഖിൽ, സിറിയയിൽ ഒക്കെ മരിച്ചു വീണപ്പോ അതിനെപ്പറ്റി അനിവാര്യമായ തിന്മ എന്നാണ് ലോകരക്ഷകൻ എന്നവകാശപ്പെടുന്നവരെന്ന് പറയുന്നത്. അതൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചാൽ നടക്കുന്ന കാര്യമാണ് എന്നാണ് എന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്നത്, മക്ക വിശക്കുന്നു, മക്ക ദാഹിക്കുന്നു. അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ഒട്ടക സംഘം ധാന്യങ്ങളുമായിട്ട് മക്കയിലേക്ക്. ചരിത്രത്തിലുണ്ടോ ഈ മാതൃകകൾ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ പ്രതിനിധാനമാണ് ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത്. നമുക്കതിന് സാധ്യമെങ്കിൽ വെല്ലുവിളികൾ എത്ര കടുത്തതാണെങ്കിലും, അതെന്തുമാത്രം ഭീകരമാണെങ്കിലും അതിനതിജയിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സാധ്യമല്ലവർക്ക്. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അവർ വിചാരിക്കുന്നു അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്ന്. സത്യമല്ല കൂട്ടരെ. അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു അതിനെ വിജയിപ്പിക്കാൻ. അതിനു നാം തീരുമാനിക്കണം യഥാർത്ഥ ഖുർആനിന്റെ പ്രതിനിധികളാകാൻ. അതിനെ പഠിച്ച്, അതിനെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ നടപ്പിലാക്കി മറ്റുള്ളവരിലേക്ക്, അല്ലാഹുവിന്റെ അടിമകളിലേക്ക്. അത് ചെയ്യുന്നില്ലെങ്കിൽ വലിയ കുറ്റമാണ്, ദുനിയാവിൽ ശിക്ഷയാണ്, പരലോകത്ത് അതിലും വലിയ ശിക്ഷ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ
മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹുവിന്റെ വേദഗ്രന്ഥവും സന്മാർഗവും വന്നു കിട്ടിയിട്ട് അതിനെ മറച്ചു വെക്കുന്നവർ, മറ്റുള്ളവർക്ക് അതിനെ കാണാനും അനുഭവിക്കാനും കഴിയാത്ത വിധം അതിനെ മൂടിവെക്കുന്നവർ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അക്കൂട്ടരെ അല്ലാഹു ശപിക്കുന്നു, വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും. ഇന്നത്തെ നമ്മുടെ പ്രതിയോഗികളും നാളെ ശപിക്കും. അവര് പറയും ഞങ്ങൾ ഇതറിയാതെ. ലോകപ്രസിദ്ധനായ വളരെ പ്രഗത്ഭനായ ലോകം കണ്ട ഇസ്ലാമിക പണ്ഡിതൻ, ഇന്ത്യയിൽ പിറന്ന മൗലാന അബുൽ ഹസൻ അലി ഖിസ്നി നദ്വി, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം മാദാ ഖസ്റൽ ആലം ബിഹിി താത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അധപ്പതനം കാരണം ലോകത്തിനുണ്ടായ നഷ്ടം, മുസ്ലിമീങ്ങൾക്കുണ്ടായ നഷ്ടമല്ല, ലോകത്തിനാണ് നഷ്ടം. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കും. റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്കും ഉമ്മത്തിനും പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും സൗഹൃദവും ഐക്യവും ഒരുമയും റബ്ബ് നിലനിർത്തി തരുമാറാകട്ടെ. പടച്ച തമ്പുരാന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.